അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു ലേബലിൽ നിന്നുകൊണ്ട് SDPI വീണ്ടും നമ്മുടെ നാട്ടിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. തലസ്ഥാന നഗരിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് നടത്തിയ അക്രമം നമ്മൾ മറന്നിട്ടില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലും ഇതേ സ്ഥിതി അവരാവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മത തീവ്രത തന്നെ വെച്ച് പുലർത്തുന്നതാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേറൊരു രാഷ്ട്രീയ മുഖമല്ലേ ഇവർ. ഞാൻ ആ ഒരു കോൺട്രവേഴ്സിയിലോട്ട് കടക്കുന്നില്ല. അത് ഭരിക്കുന്നവർ അനുമാനിക്കുകയും നടപടികളെടുക്കുകയും ചെയ്തില്ലെങ്കിൽ വീണ്ടും ഗജരാജ വിമാനങ്ങൾ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യും. അതേ നമുക്ക് പറയാനുള്ളൂ. ഇത് നോക്കുന്ന മുകളിൽ ഒരാൾ ഇതെല്ലാം നോക്കുന്നുണ്ട്. മുകളിൽ ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട്. അവർ വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യും. ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് 80കളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കേരളത്തിൽ ആദ്യം ISS എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഘടന ഉണ്ടായി. അത് പിന്നെ NDF-ലോട്ട് മാറി. പിന്നെ അത് PDP ആയി. അങ്ങനെ ഒരുപാട് വെർഷൻസിലോട്ട് പോയി കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് വെർഷനാണ് SDPI ആയിട്ട് നിൽക്കുന്നത്. ആ സമയത്ത് ഞാൻ അന്നത്തെ BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന KG മാരാർ സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു, ഈ മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോകുന്ന ആൾക്കാർ അവർക്ക് വേണമെങ്കിൽ തിരിച്ച് മുസ്ലിം ലീഗിൽ വരാമായിരുന്നു, പകരം അവർ മറ്റ് സംഘടനകളുടെ പുറകെ പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു തത്വമുണ്ട്. അത് പിന്നീട് എനിക്ക് ഇതൊരു 45 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണെങ്കിലും അത് ഇന്നും അതിന് സാങ്കത്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ കേഡർ സംഘടനകളിൽ പ്രവർത്തിച്ചവർക്ക് ഒരിക്കലും നോൺ കേഡർ സംഘടനകളിൽ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. അതേപോലെ നോൺ കേഡർ സംഘടനകളിൽ പ്രവർത്തിച്ചവർക്ക് ഒരിക്കലും കേഡർ സംഘടനകളിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അത് വളരെ ശരിയാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങളിൽ കൂടെ തെളിയിച്ചിട്ടുണ്ട്. പല കേഡർ സംഘടനകളിൽ നിന്ന് നോൺ കേഡറിൽ പോയവരൊക്കെ തിരിച്ച് വീണ്ടും കേഡർ സംഘടനകളിൽ വരുന്നുണ്ട്. പല നോൺ കേഡർ സംഘടനകളിൽ നിന്നും കേഡർ സംഘടനകളിൽ പോയവർ വീണ്ടും നോൺ കേഡർ സംഘടനകളിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇത് നമ്മൾ ഇത്രയും കാലത്തുള്ള പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ SDPയെ സംബന്ധിച്ചിടത്തോളം അവർ ലീഗ് വിരുദ്ധതയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. കാര്യം UDF വിരുദ്ധ, അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇത് കൂടുതൽ ക്രിസ്റ്റലൈസ് ചെയ്തത് ബാബറി മസ്ജിദിന് ശേഷമാണ്. ബാബറി മസ്ജിദ് വിഷയത്തിൽ പാണക്കാട് തങ്ങൾ എടുത്ത ഒരു സോഫ്റ്റായിട്ടുള്ളൊരു നിലപാടുണ്ട്, ആക്രമണ വിരുദ്ധ ഒരു നിലപാടുണ്ട്. കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് അക്രമങ്ങൾ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിൽ രോഷം പൂണ്ടവർ, അതിൽ വിഷമം തോന്നിയവരാണ് കൂടുതലും പിന്നീട് പോപ്പുലർ ഫ്രണ്ടായിട്ടും മറ്റുമൊക്കെ മാറിയത്. കാര്യം അതിനകത്ത് ഈ ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ദൂത് ക ദൂത് और പാനി ക പാനി എന്ന് പറയും. അപ്പം ഇതിലെ ഈ കല്ലും നെല്ലും തിരിഞ്ഞു. ഈ ഒരു വിഷയം വന്നതോടെ മുസ്ലിം സമുദായത്തിലെ തീവ്രവാദ ചിന്ത ഉള്ളവർ UDF വിട്ട് LDF-ൻ്റെ സൈഡിലോട്ട് പോയി. മാത്രമല്ല അന്ന് രണ്ടായിട്ട് വിഭജിച്ചിരുന്ന മുസ്ലിം ലീഗ് ഒന്നാവുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് അന്ന് ഇടതുപക്ഷത്തുണ്ടായിരുന്ന ഒരു ലീഗ്, അഖിലേന്ത്യാ ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ലയിച്ച് ഒന്നായി. അപ്പം CPM-ൻ്റെ ഭാഗത്ത് വേറൊരു ലീഗിൻ്റെ വെർഷൻ ഇല്ലാതിരുന്ന ഒരു ശൂന്യതയും കൂടെ വന്നു. ഈ സമയത്താണ് ഇടതുപക്ഷ അനുകൂല ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നു വരുന്നത്. ഇത് CPM തന്നെ ബോധപൂർവം വളർത്തിയതുമാണ്. ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ അവസാനം വന്ന് നിൽക്കുന്ന 2 ഇൻസിഡൻറ്റിലോട്ട് പോകുമ്പോൾ SDPIയും ഡിഫിയുമായിട്ട് നെടുമങ്ങാട് ഏറ്റുമുട്ടുന്നു. ദീപാവലിയുടെ അന്ന് ഒരു പടക്കം പൊട്ടിക്കുന്നു, ആംബുലൻസുകൾ കത്തിക്കുന്നു, കാറുകൾ കത്തിക്കുന്നു. ദൈവം സഹായിച്ച് മനുഷ്യർക്കാർക്കും അപകടമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇന്നലെ വീണ്ടും അടുത്ത് വരുന്ന റിപ്പോർട്ട്, കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോടിൽ ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരായിട്ട് നടന്ന CPM നടത്തിയ സമരം. ശ്രദ്ധിക്കുക, അവരുടെ മുദ്രാവാക്യം ഭരണവും സമരവും ഒരുമിച്ചെന്നാണ്. അവർ തന്നെ നടത്തുന്ന സ്ഥാപനത്തിനെതിരായിട്ട് ഡിഫിക്കാർ തന്നെ സമരം നടത്തുകയും അത് വളരെ ആക്രമണങ്ങളിലോട്ട് തിരികുകയും ചെയ്തു. പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടായി. CPM-ൻ്റെ ഡിഫിയുടെ നേതാവ് തന്നെയാണ് അതിൻ്റെ പ്രതിസ്ഥാനത്ത് 1-ാം പ്രതിയായിട്ട് വരുന്നത്. ഞാൻ പേരുകൾ പരാമർശിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഡിഫിയുടെ ഒരു പ്രസ്താവന വന്നത്, ഞങ്ങളുടെ പ്രതിഷേധത്തിൽ, ഞങ്ങളുടെ പ്രക്ഷോഭത്തിൽ
SDPIക്കാർ നുഴഞ്ഞു കയറി അവരാണ് ആക്രമണം നടത്തിയത്, ഞങ്ങൾക്ക് അതിനകത്ത് ആക്രമണത്തിൽ പങ്കൊന്നുമില്ല. ഇപ്പം പണ്ട് എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞ പോലെ, സാർ ഞാൻ അവനെ തിരിച്ചടിച്ചു എന്നാണ് പറഞ്ഞത്. അല്ല, അവൻ എന്നെ തിരിച്ചടിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യം അടിച്ചു എന്ന് ഞാൻ തന്നെ അങ്ങ് കമ്മിറ്റ് ചെയ്യാണ്. ഈ കുട്ടി തന്നെ കമ്മിറ്റ് ചെയ്യാണ്. അവൻ എന്നെ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അടിച്ചു എന്നുള്ളത് ശരിയാണ്, അതങ്ങ് സമ്മതിച്ചു. അപ്പോൾ അതേപോലെയാണ് SDPIക്കാർ നുഴഞ്ഞു കയറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ബാന്ധവം എക്സ്പോസ്ഡ് ആവുകയാണ്. ഇവരെന്തിനാ അവരുമായിട്ട് ബാന്ധവം കൂടാൻ പോയി? അല്ലെങ്കിൽ അവരിലില്ലാത്തവരെ അവർക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റാതെ പോയി? അപ്പം അവരിലുള്ള SDPIക്കാർ അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ SDPIയുടെ പ്രവർത്തനം നടത്തുകയും ഇങ്ങനെ ഒരു പ്രക്ഷോഭം വരുമ്പോഴത്തേക്ക് അവരുടെ തനി നിറം കാണിക്കുകയും ചെയ്തു എന്നാണ് ഡിഫിയുടെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് നമ്മളായിട്ട് പറഞ്ഞ ഒന്നുമില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഡെസേർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ഇതാണ്. അവരെ കൂടെ SDPIക്കാരുണ്ട്. കൂടെ ഉണ്ടാവേണ്ടല്ലേ നുഴഞ്ഞു കയറാൻ പറ്റിയത്. ഇവർക്ക് അറിഞ്ഞൂടാത്തവരല്ല, അവർക്ക് അപരിചിതരല്ലല്ലോ. അപ്പോൾ അവരിലുണ്ടായ SDPI അനുഭാവികളെ അവരെ ഈ പ്രക്ഷോഭം ആക്രമണമായിട്ട് മാറ്റി. ഇത് കാലാകാലങ്ങളായിട്ട് നാട്ടുകാർ പറയുന്നൊരു കാര്യമാണ്. ചിലരൊക്കെ പകൽ CPM രാത്രി പോപ്പുലർ ഫ്രണ്ടുമാണ്. ഇപ്പം പോപ്പുലർ ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ട് അവർ SDPI ആയി മാറിയെന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പം അവരെ കൂടെ രാത്രി SDPI ആവുന്നവരാരെന്ന് അവർക്ക് നല്ലോണം അറിയാം. അവരവർ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യാണ്. പക്ഷേ അവർ ആക്രമിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് നോവുന്നത്. നോവുമ്പോൾ മാത്രമേ കരയുള്ളൂ. തടവുമ്പോൾ കരയത്തില്ല, നോവുമ്പോൾ കരയും. SDPIക്കാർ തടവിയപ്പോഴത്തേക്ക് ഇവരാരും കരഞ്ഞില്ല, മിണ്ടിയില്ല. പക്ഷേ SDPIക്കാർ അടിച്ചപ്പോഴത്തേക്കാണ് അവർക്ക് നൊന്തത്. അപ്പോഴത്തേക്കാണ് CPMൻ്റെയും ഡിഫിയുടെയും കരച്ചിൽ വരുന്നത്. അപ്പം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കേരളത്തിൽ വളർത്തിക്കൊണ്ട് വന്നതും കേരളത്തിന് അപകടകരമായ രീതിയിൽ അവർ വളർന്നതിനും കാരണം ആരാണെന്ന് നമ്മളിനി വേറെ ആരുടെയും പഴി പറയേണ്ട കാര്യമില്ലല്ലോ. അത് എന്താണെന്ന് വളരെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ഇത് വരുന്ന ഇലക്ഷനെ വളരെ കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ടും കോൺഗ്രസ് CPMന് നഷ്ടമാവുന്ന ഹിന്ദുത്വ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണെന്ന് ചില ദോഷൈക ദൃക്കുകൾ പറയുന്നുണ്ട്. ഇതിവർ ആസൂത്രിതമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങളും SDPIയും തമ്മിൽ ബന്ധമൊന്നും ഇല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ SDPI CPM സംഘർഷങ്ങൾ വരുന്ന ഇലക്ഷൻ വരെയും പല സ്ഥലങ്ങളിലും ഇതുപോലെ പൊട്ടിമുളച്ചുകൊണ്ട് വരും. അത് CPMന് നഷ്ടപ്പെടുമെന്ന് അവർക്കുറപ്പുള്ള ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു തിടുക്കമാണ്. കാര്യം കഴിഞ്ഞ 2 പാർലമെൻറ്റ് ഇലക്ഷനുകളിലും അവർക്ക് ഹൈന്ദവ വോട്ടുകൾ നേടിയിട്ടാണ് UDFൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നത്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുകയാണെങ്കിൽ അവരെ 3-ാം ഊഴം നഷ്ടപ്പെടും. അപ്പോൾ 3-ാം ഊഴത്തിൽ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് SDPI വരുന്നേ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതെന്ന് ചിലരുടെ വെർഷനാണ്. എൻ്റെ വെർഷനായിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയും ചില വെർഷൻസ് സമുദായത്തിൽ നടക്കുന്നു. പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നമുക്കറിയാം നിരോധിച്ച് നിൽക്കുന്ന സംഘടനയാണ്. അപ്പോൾ ഇവരെ SDPI ഒരു പക്ഷേ നിരോധിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. സർ, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് SDPI നിരോധിക്കപ്പെടുന്നത് വരെ ഈ ഗജരാജ വിമാനം IL-76 ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം വരുന്നത് വരെ കേരളത്തിലെ പോലീസ്, അത് 2 മുന്നണിയായാലും ശരി തന്നെ, ഈ SDPIക്കാർക്കെതിരായോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരായോ അവരുടെ ആക്ടിവിറ്റിക്കെതിരായോ ഒന്നും ചെയ്തിട്ടില്ല. അവർ ഫ്രീഡം പരേഡ് വരെ നടത്തി. കൃത്യമായ സൈനിക രീതിയിൽ അവർ ഫ്രീഡം പരേഡ് വരെ നടത്തി. അപ്പോഴത്തേക്ക് ഗവൺമെൻറ്റിനും ഇൻ്റലിജൻസും അവരൊന്നും ഉറങ്ങില്ലല്ലോ. അവർക്കറിയാം അവർ ഏത് രീതിയിൽ ആയുധങ്ങൾ എവിടെ കൂട്ടിയിട്ടുണ്ട്, അവരുടെ സന്നാഹങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആയുധങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ വസ്തുവകകൾ എന്തൊക്കെയാണ്, അവർക്ക് വന്ന പൈസ എവിടെ നിന്നാണ്. ഇതെല്ലാം ഭരിക്കുന്ന സർക്കാരുകൾക്കെല്ലാം അറിയാമായിരുന്നു. ഈ സർക്കാരുകൾ, ഈ ഭരിക്കുന്ന LDF UDF സർക്കാരുകൾ 2 പേരും വിരൽ അനക്കാതെ ഇരുന്നപ്പോഴത്തേക്കാണ് മോളിൽ നിന്ന് ഇതെല്ലാം കണ്ട ഒരാൾ ആക്ട് ചെയ്തതും ഇവരെയൊക്കെ കൊണ്ടുപോയത്. പ്രത്യേകിച്ചും ആ ആലപ്പുഴയിലെ ആ കുട്ടിയുടെ മുദ്രാവാക്യം കൂടെ ആയപ്പോഴത്തേക്ക് നമ്മളെ ഏകദേശം ഇപ്പോൾ അവരെ നിരോധിച്ചിട്ട് 2 വർഷം തികയുന്ന സമയമാണ്. അവിടുന്ന് കൊണ്ടുപോയവരുടെ എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രം എന്തോ 1-2 പേര് ജാമ്യം കിട്ടി ഇറങ്ങി തോന്നുന്നു. മറ്റുള്ളവരുടെ ഒന്നും ജാമ്യാപേക്ഷയുടെ വിവരങ്ങൾ പോലും നമ്മൾ കേൾക്കാറില്ല എന്ന് തോന്നുന്നു.
അപ്പോൾ ഇത് പോപ്പുലർ ഫ്രണ്ട് എന്ത് കാണിച്ചു കഴിഞ്ഞാലും രണ്ട് മുന്നണികളുടെയും അവരുടെ സർക്കാരും ഇൻ്റലിജൻസും ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് രാഷ്ട്രീയമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.